ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ളോഗാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഫുൾ ഡേ ഇല്ല, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഉപ്പച്ചിക്ക് ഇന്ന് തൃശ്ശൂർ ഒരു ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെ 2-3 കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉപ്പച്ചിയും ആശയും കൂടെ പോണൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് വണ്ടി എന്തോ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിർത്തിയിട്ട് ആശി ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉപ്പച്ചിയും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൾ വന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു, അവരെന്തോ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കാറിൽ പോസ്റ്റായി ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പച്ചി പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരുങ്ങാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിൽ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് കാറിലിരുന്നൊരു കാറിൻ ഗ്രൂം ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്ത് ബാക്കി കുറച്ചെടുത്ത് ഐ ഷാഡോവും ബ്ലഷൊക്കെ ആയിട്ട് ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ പോയത് പൂച്ചയുടെ ഫുഡ് വാങ്ങിക്കുന്ന ഒരു കടയ്ക്കാണ് പോയത്. അങ്ങനെ പൂച്ചക്കുള്ള 2 സിപ്പപ്പിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു. അവൻ്റെ സിപ്പപ്പ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫാൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. ടൗണിൽ തന്നെയുള്ളൊരു കടയാണ്. നമ്മുടെ വീട്ടിലെ ഫാൻ കേടായിരിക്കായിരുന്നു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം പോയി. അതുപോലത്തെ ലൈറ്റ്സ് ആയിരുന്നു ഇവിടെ ഫുള്ള്. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് കിടന്നത്. ഉപ്പച്ചാശം കൂടെ ഫാൻ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടും മതിയാവുണ്ടായിരുന്നില്ല. അമ്മാതിരി ലൈറ്റ്സ് ആയിരുന്നു. നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് ലുക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന അതുപോലത്തെ നല്ല അടിപൊളി മോഡൽ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. നല്ല ആസ്തെറ്റിക് ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോരം അവിടെ നിന്ന് നോക്കിയിട്ടും മതിയാവുണ്ടായില്ല. പലതും പല മോഡൽസാണ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐറ്റംസാണ് വരുന്നത്. അതുപോലെ തന്നെ വലിയ ലൈറ്റ്സ് ഉണ്ട്, ചെറിയ ലൈറ്റ്സ് ഉണ്ട്, പലതരം ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ. നമുക്കിപ്പോൾ നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് വേഗം അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഞാൻ തന്നെയും വീഡിയോ എടുത്തു. ഞാൻ എൻ്റെ ആശിനെയും കൂടെ വിളിച്ച് എൻ്റെ കൂടെ നിർത്തി ഒരു വീഡിയോ എടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ ലൈറ്റ്സും കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും ഓരോന്നും. അത്യാവശ്യം ലൈറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വാൾ ലൈറ്റും നല്ല അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കുറേ നേരം അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ അവിടെ തന്നെ കറങ്ങിയടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പത്തിനും ഉപ്പച്ചിയും ആശയും കൂടെ അവിടെ ഫാൻ ഏതൊക്കെയോ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ ഏതോ എടുത്തിട്ടുണ്ടായിരുന്നു, 2 ഫാൻ ഏതോ കമ്പനിയുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം പിന്നെയും വേറെന്തോ സാധനം കൂടെയും വയറെന്തോ വാങ്ങാണ്ടായ കാരണം അവരവിടെ നിന്ന് വയറും എടുക്കുകയായിരുന്നു. അങ്ങനെ ഫാനിന് ആവശ്യമുള്ള മറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഫാനൊക്കെ എടുത്ത് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനം അവിടെ പാക്ക് ചെയ്ത് അതൊക്കെ എടുത്ത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പ് വന്നിട്ട് ഈ ഒരു ഷാലിമാർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇത് നമ്മുടെ തൃശ്ശൂർ പോലീസ് സ്റ്റേഷൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെയാണ് ഈ ഷോപ്പ് വരുന്നത്. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് ലൈറ്റ്സിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ അവരവിടെ പാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. അടുത്തത് നമ്മൾ പോയത് മരുന്ന് വാങ്ങാനാണ്. ആശയ്ക്ക് മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഓഫീസിൽ പോയിട്ടാണ് കേട്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ജസ്റ്റ് സൈനപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. സുഡൂനൊരു ഷർട്ട് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കയറി അവിടെ അവന് പറ്റിയ വല്ല കളക്ഷൻ ഉണ്ടോ എന്ന് നോക്കി. ഈ ഒരു ഷർട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഗേൾസിനൊക്കെ പറ്റിയ ഷർട്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് നമ്മളൊരു ഷർട്ട് സെലക്ട് ചെയ്ത് വേഗം തന്നെ ഇറങ്ങി. അധികം ടൈമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടൈം വന്നിട്ട് രാത്രി ഒരു 7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ തോംസൺ കാസയ്ക്കാണ് പോയത്. അപ്പോൾ തോംസൺ കാസ എല്ലാവർക്കും അറിയാം, ഇൻറ്റീരിയർ അടിപൊളിയാണ് ഇവിടുത്തെ. അതേപോലെ തന്നെ നല്ല ഒരു ഗുഡ് ഫീലാണ്. നമുക്കിവിടെ എത്ര ടൈം വേണമെങ്കിലും ഇരിക്കാൻ തോന്നുന്ന ഒരു സെറ്റപ്പാണ്. അതേപോലെ തന്നെ പേഴ്സണലി എനിക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇവിടെ ഫുൾ ടൈം ഭയങ്കര തിരക്കാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കയറൽ. പക്ഷേ നമ്മൾ കയറി ഈ ഒരു ടൈമിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല.
ഇതിൽ നല്ല ഭംഗിയും വലുപ്പമുള്ള നല്ല മീനുകളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ അതിനെ നോക്കി നിന്ന്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഉള്ളിൽ. അങ്ങനെ നമ്മളിവിടെ നല്ല ഭംഗിയുള്ള മിറർ കണ്ടപ്പോൾ ഞാൻ ആഷിനെ വിളിച്ച് മിറർ സെൽഫി എടുക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ നമ്മൾ കൈ കഴുകി ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ. എന്നിട്ട് എന്താ കഴിക്കണ്ടേന്നുള്ളത് ഇങ്ങനെ സംസാരിക്കാമായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തു. അധികം തിരക്കില്ലാത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനെപ്പോൾ വന്നാലും ഇവിടുന്ന് ഞാൻ ഷവർമ തന്നെയാണ് പറയല്. എനിക്ക് തോംസൺ കാസത്തെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. ലബനീസ് ഫുൾ മീറ്റ് അടിപൊളിയാണ്. അതുപോലെ തന്നെ എല്ലാതും ഷവർമ അടിപൊളിയാണ്. അതുപോലെ ഷവായി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഷവർമ തിന്നണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഷവർമയാണ് പറഞ്ഞത്. അതുപോലെ ഉപ്പച്ചിയും ഷവർമയാണ് പറഞ്ഞത്. ഇതാണ് അവരുടെ മെനു കാർഡ്. ഇതിൽ അവരുടെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പാലൊഴിച്ച ചിക്കൻ കറി, പിന്നെ കാസ ദം ബിരിയാണി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നല്ല ടേസ്റ്റാണ്. അതൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഷവർമയാണ് പറഞ്ഞത്. ഞാൻ മിക്കപ്പോഴും ഷവർമ തന്നെയാണ് ഇവിടെ നിന്ന് കഴിക്കൽ. പിന്നെ ഒരു ചിക്കൻ ഉരുളി റോസ്റ്റാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ എല്ലാതും ടേസ്റ്റ് ചെയ്ത് നോക്കി. ഷവർമ ആണെങ്കിലും പാലൊഴിച്ച ചിക്കൻ കറി ആണെങ്കിലും ചിക്കൻ ഈ ഉരുളി റോസ്റ്റ് ആണെങ്കിലും ഇതിനൊക്കെ അഫോർഡബിൾ റേറ്റാണ് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കൈ വാഷ് ചെയ്യാൻ പോയപ്പോൾ വീണ്ടും മിറർ കണ്ടപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഒരു വീഡിയോ എടുത്തു. നമുക്ക് നല്ല മിറർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തോന്നുമല്ലോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. അപ്പോഴത്തേനും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങി അവിടെ നിന്ന്. അതേപോലെ തന്നെ നമുക്ക് തോംസൺ കാസ വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോ സ്പോട്ടുകളുണ്ട്. നമുക്ക് എസ്തെറ്റിക് നല്ല അടിപൊളി പിക്സ് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ സ്ട്രെയിറ്റ് വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇതെൻ്റെ ഒരു കുട്ടി ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.